അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ മുഖ്യമന്ത്രിയുമുള്ള കൂടിക്കാഴ്ച 45 മിനിറ്റ്. ശരി, അതെ, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച 45 മിനിറ്റ്. അതിൽ 25 മിനിറ്റും സംസാരിച്ചത് പി ശശിയെ കുറിച്ചാണെന്ന് പറയുന്നു. പക്ഷേ എഴുതി നൽകിയതിൽ പി ശശിയില്ല. താൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയാണ് പാർട്ടി സെക്രട്ടറിക്കും കൈമാറിയെന്ന് പറയുന്നു. അപ്പോൾ പി ശശിയുടെ പേരില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ശരിയാണ് എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറയുന്നത്. ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഉയരുന്ന ബലാത്സംഗം നടത്തുന്നു പോലീസ് ഉദ്യോഗസ്ഥർ എന്ന ആരോപണത്തിലടക്കം അവസാനം ആ ചോദ്യം ചെന്ന് നിൽക്കുന്നത് ആരാണ്? ഇവരുടെ സംരക്ഷകനായി നിൽക്കുന്നത് ആരാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പേരിലേക്കാണ് എത്തുന്നത്. അവിടെ ആ പേര് എഴുതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ? സ്മൃതി ആദ്യം പറഞ്ഞ കാര്യം തന്നെ പറയാം. പുതിയതായിട്ടൊന്ന് 2 ഡെവലപ്മെൻറ്റ്സ് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്മൃതി ഈ പരിപാടി തുടങ്ങിയത്. ഒന്ന് PV അൻവർ പറഞ്ഞ പത്രസമ്മേളനവും, 2 ഒരു സ്ത്രീ പറഞ്ഞ കാര്യവും. ഇത് രണ്ടും പുതിയ കാര്യങ്ങളല്ല. PV അൻവർ നേരത്തെ പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അതിനേക്കാൾ അല്പം കൂടെ മയപ്പെടുത്തിയാണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ഭാഷയും എല്ലാം കുറേ അധികം മാറിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആ സ്ത്രീ പറഞ്ഞ പരാതി, ആ പരാതിയും അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന പരാതിയാണ്. അപ്പോൾ ഇത് രണ്ടും പുതിയ കാര്യങ്ങളല്ല. അപ്പോൾ അതിനകത്ത് FIR ഇടേണ്ടതാണ്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ FIR ഇട്ട് 24 മണിക്കൂറിനകം ആ FIR കോടതി നൽകുകയും പിന്നീട് അന്വേഷണ പുരോഗതി കാണിക്കണമെന്ന് സുപ്രീം കോടതി ഡയറക്ഷൻ തന്നെയുണ്ട്. അത് ഇട്ടിട്ടില്ലെങ്കിൽ അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് ഒരു പരാതിയുടെ പുറത്ത്. ഏത് പരാതിയായിരുന്നാലും, അത് ബലാത്സംഗം എന്നല്ല, ഏത് പരാതി കംപ്ലയിൻറ്റ് കിട്ടിയാലും FIR ഇടണമെന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറയുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. പിന്നെ ശ്രീ രാജു P നായർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇവിടെ PV അൻവറിൻ്റെ ഒരു പത്രപ്രസ്താവനയിലും പരസ്യ പ്രസ്താവനകളിലും അദ്ദേഹം പ്രത്യക്ഷത്തിൽ പി ശശിക്ക് ഈ സംഭവങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ADGP നടത്തുന്ന ചില ഇൻവോൾവ്മെൻറ്റുകൾ, ADGP ചില പോലീസ് ഉദ്യോഗസ്ഥർ സഹായിക്കുന്നു, സുജിത് ദാസ് സഹായിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യം മുതൽ പറയുന്നത്. ഇന്നത്തെ പത്രവാർത്തയിൽ അദ്ദേഹം പറഞ്ഞ എന്താ, 100 ചില്ലുവാനം സ്വർണ്ണക്കടത്ത് കേസുകൾ, അതുമായി ബന്ധപ്പെട്ട് നടന്ന ചില കൊലപാതക കേസുകൾ, അതുമായി മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഈ കേസുകളൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് കള്ളക്കേസുകൾ. അത് തന്നെ, അത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളുടെ സ്മൃതിയാണ്. ഒരു മാറ്റവുമില്ലാതെ PV അൻവർ അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം എനിക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ആരെയോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വരുന്ന ദിവസങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹം എൻ്റെ കയ്യിൽ രേഖകളുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇന്നും അദ്ദേഹം എന്താണ്, ഞങ്ങളുടെ MLA തന്നെയാണ്. ഒരുപക്ഷെ ഗോവിന്ദ മാഷും പറഞ്ഞാൽ എന്തിനാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ കൂടെ നിർത്തുന്നത്? അദ്ദേഹത്തെ കൂടെ നിർത്തുകയല്ല, ഇടതുപക്ഷ സഹയാത്രികരാണ്, ഇടതുപക്ഷത്തിൻ്റെ ബാനറിൽ നിന്ന് ജയിച്ചു വന്ന ഒരു MLA ആണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മുഖവിലേക്ക് എടുക്കണം. ആ മുഖവിലേക്ക് എടുത്തത് കൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുകയും ശ്രീദാസിനെ സസ്പെൻഡ് ചെയ്തു. അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രം വെച്ചല്ല, ശ്രീദാസിന് എതിരെ നിരവധി ആരോപണങ്ങളും അന്വേഷണ റിപ്പോർട്ട് അജിതാഭികം നൽകിയ റിപ്പോർട്ടുമൊക്കെ ഉണ്ട്. ആ റിപ്പോർട്ടെല്ലാം വെച്ചുകൊണ്ട് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. അടുത്ത നടപടികളുണ്ടാകും. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അഡീഷണൽ DGP ആയിട്ടിരിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ലാ ആൻഡ് ഓർഡറിൻ്റെ ഭാഗത്തിരിക്കുന്നു. ഇന്ന് DGP തന്നെ പറഞ്ഞു കാണും, ഒരുപക്ഷെ നിങ്ങളെ ശ്രദ്ധിച്ചു കാണും, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരിട്ട് DGPയുമായി റിപ്പോർട്ട് ചെയ്യണം. നേരത്തെ അങ്ങനല്ലായിരുന്നു, അഡീഷണൽ DGPയുടെ താഴെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് ചെയ്യണം. എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട, DGPക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഈ 3 ദിവസമായിട്ട് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA തന്നെ കൊണ്ടുവന്ന കാര്യങ്ങൾ, അതിനോടനുബന്ധിച്ച് VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ സ്മൃതി അത് ഇന്റർവ്യൂവിൽ എടുത്തില്ല. VD സതീശൻ പറഞ്ഞ 2022 മുഖ്യമന്ത്രിക്ക് വേണ്ടി RSSൻ്റെ ഒരു നേതാവുമായിട്ട് ADGP ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. ഈ 16 മാസം കഴിഞ്ഞു അദ്ദേഹം അത് പറഞ്ഞിട്ട്. ഈ 16 മാസത്തിനിടെയായിട്ട് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ ഇതുവരെ പുറത്തു കൊണ്ടുവന്നില്ല? അതിന് അവിടുത്തെ ഈശ്വരൻ എന്ന് പറയുന്ന RSSൻ്റെ ഉത്തരമേഖലാ നേതാവ് അത് നിഷേധിച്ചിട്ടുമുണ്ട്. അത് നിഷേധിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താ, ആര് നിഷേധിക്കുന്നുവോ ഞങ്ങൾ രേഖകൾ പുറത്തുവിടും എന്ന് VD സതീശൻ പറഞ്ഞു. ശ്രീ രാജു P നായർക്കും അറിയാം. എന്ത് രേഖകൾ പുറത്തുവിടാത്തത്? പിന്നെ ഒഫീഷ്യൽ റെക്കോർഡുകളില്ലയോ ഒന്ന്? ഞാനും 5-6 വർഷം ഈ ഹൊസബളയുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്, അതിന് തെളിവ് കൊണ്ടുവരേണ്ടത് പ്രതിപക്ഷ നേതാവാണ് എന്ന രൂപത്തിലാണോ താങ്കൾ പറയുന്നത്?
ADGP ആ തരത്തിൽ RSS ജനറൽ സെക്രട്ടറിയെ പോയി കാണുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാർ അന്വേഷിക്കില്ലേ? സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അതല്ല സ്മൃതി. PD സതീശൻ പറഞ്ഞത് ആരെങ്കിലും ഇത് നിഷേധിച്ചാൽ, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നിങ്ങളുടെ ലൈബ്രറി, ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ തെളിവുകൾ ഹാജരാം എന്ന് പറഞ്ഞു. അത് നിഷേധിച്ചു. RSSന്റെ നേതാവ് ഈശ്വരൻ എന്ന ഉത്തരമേഖല നേതാവ് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, എന്തേ VD സതീശൻ തെളിവ് കൊണ്ടിരുന്നില്ല? തെളിവ് കൊണ്ടുവരട്ടെ. ഞാൻ ചോദിക്കുന്നത് സർക്കാർ അന്വേഷിക്കണമോ വേണ്ടയോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇടത് സർക്കാരിന്റെ ADGP RSSന്റെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സർക്കാർ പരിശോധിക്കണമോ വേണ്ടയോ? ഒരു ADGP ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു സാംസ്കാരിക സംഘടനയുടെ, ഒരു മതസംഘടനയുടെ നേതാവുമായിട്ട് ചർച്ച നടത്തുന്നതെല്ലാം ഒരു ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർ പക്ഷേ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തിബന്ധമായിക്കൂടെ? അവർ വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടെ? അത് മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എങ്ങനെ നിഗമനത്തിലെത്താൻ കഴിയും? ചർച്ച നടത്തുന്നു. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. ആ ചർച്ചയിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താൻ പറ്റും? അത് വെറുതെ ഒരു നിഗമനങ്ങൾ മാത്രമല്ല. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റും? സർക്കാർ അന്വേഷിക്കണമോ വേണ്ടയോ? നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറ്റപരമായ കാഴ്ചയാണെങ്കിൽ അന്വേഷിക്കണം. ADGP ആരെല്ലായിട്ട് ചർച്ച നടത്താം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പോയി കണ്ടുവിടെ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന് സുഹൃബന്ധം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോയി കണ്ടാൽ അതെങ്ങനെ അന്വേഷിക്കണം? BJPയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഇത് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി എന്നാണോ കൂടിക്കാഴ്ചയിൽ? തീർച്ചയായും. ഇപ്പോൾ RSSുമായി ബന്ധപ്പെട്ട് ഇന്ന് MP ഗോവിന്ദൻ എന്താണ് ഇത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, RSSുമായി ഒരു ബന്ധവും CPMന് വേണ്ട. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അവിടെ കണ്ണൂരിൽ സഖാക്കൾ കൊല ചെയ്യപ്പെട്ടതിന്റെ കണക്കും പേര് വിവരങ്ങൾ അടക്കമല്ലേ അദ്ദേഹം വിശദീകരിച്ചത്? അങ്ങനെയുള്ളവരുമായി ഞങ്ങൾക്ക് ബന്ധമോ എന്ന് അദ്ദേഹം രോഷത്തോട് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഈ സർക്കാരിന്റെ ഭാഗമായി നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണോ വേണ്ടയോ? ഗോവിന്ദൻ മാഷ് പറഞ്ഞത് RSSും അതുപോലെയുള്ള വർഗീയ പാർട്ടികളും മത തീവ്രവാദ പാർട്ടികളുമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു വിധമായ രാഷ്ട്രീയ ബന്ധവും ഉണ്ടാകത്തില്ല എന്നാണ്. വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിക്കൂടെ? നമുക്കെല്ലാവർക്കും വ്യക്തിബന്ധമില്ല. സ്മൃതിക്ക് എത്ര BJPക്കാരുമായിട്ട് ബന്ധം കാണും? മറ്റേ ചിലപ്പോൾ PDPക്കാർ ചിലപ്പോൾ സുഹൃത്തുക്കളാണല്ലോ. അത് വ്യക്തിബന്ധമാണ്, രാഷ്ട്രീയ ബന്ധമല്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് RSS എന്ന വർഗീയ സംഘടന മറ്റ് മത തീവ്രവാദ സംഘടനകളുമായിട്ട് ഒരിക്കലും ബന്ധമുണ്ടാകില്ല എന്നാണ്. അല്ലാതെ അത് വ്യക്തിബന്ധമല്ല. വ്യക്തിബന്ധവും രാഷ്ട്രീയ ബന്ധവും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് 30 ദിവസമാണ് സമയം കൊടുത്തിരിക്കുന്ന അന്വേഷണ ഏജൻസി. ആ 30 ദിവസത്തിനകം തീർച്ചയായിട്ടും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.